ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അതേ ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് യൂണിഫോം മാറിയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ വീട്ടിൽ പെയിൻറ്റിങ് ഇപ്പോൾ ഒരു 5 വർഷത്തോളമായി ചെയ്തിട്ട്. അപ്പം നമ്മുടെ പെയിൻറ്റ് വേറെ കളറായിരുന്നു. അപ്പോൾ നമ്മൾ വൈറ്റിലേക്കാണ് മാറിയത്. ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ആ സൈഡിൽ നിന്ന് മാറ്റി വേറൊരു സൈഡിലേക്ക് വെച്ച്. പിന്നെ ഇതാണ് നമ്മുടെ പിക്ചർ വരച്ചിരുന്ന സ്ഥലം, നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത. അപ്പോൾ നമ്മളെല്ലാ റൂമിലും നമ്മൾ വൈറ്റ് കളറാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. വൈറ്റും പിസ്ത ഗ്രീനുമാണ്. നമ്മളത് ഈ ഡോറിനൊക്കെ പിസ്ത ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബ്ലൂ ആയിരുന്നു കളറ്, ബ്ലൂ ആയിരുന്നു നമ്മുടെ ഈ ജനലിനൊക്കെ. ഇപ്പം നമ്മളെല്ലാം പിസ്ത ഗ്രീനാക്കി. അപ്പം നമ്മൾ ഇതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് വീഡിയോ അതിനിടയിലൂടെ എടുത്തതാണ് ഇതൊക്കെ. അപ്പോൾ അത് അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ട ഗ്രീൻ, പിസ്ത ഗ്രീൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ഈ ഷോക്കേസിൽ എല്ലാ സാധനവും എടുത്ത് മാറ്റി നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി എല്ലാം പൊടി തടച്ച് എല്ലാത്തിൻ്റെയും പൊടി മാറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ അവിടെയൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം പൂർണ്ണമായിട്ട് ചെയ്ത് തീർന്നിട്ടില്ല. പിന്നെ അതേ നമ്മുടെ കിച്ചണിൽ ഒരുവിധം ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കോട്ടും കൂടെ അടിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതേ നമ്മുടെ ഗ്രീൻ ഡോറ്, ഇവിടെ ഗ്രീൻ ഡോറാണ്. എല്ലാ റൂമുകൾക്കും ഗ്രീൻ ഡോറാണ് നമ്മൾ ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. ബ്ലൂ എന്നൊരു ചേഞ്ച് വരുത്താമെന്ന് വിചാരിച്ച്. ബ്ലൂ കണ്ട് നമുക്ക് മതിയായി. അപ്പം നമ്മൾ പിസ്ത ഗ്രീൻ കളറാണ് നമ്മുടെ ജനലിനും ഡോറുകൾക്കും കൊടുത്തിരിക്കുന്നത്. വൈറ്റിൽ പിസ്ത ഗ്രീൻ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് ഈ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കോട്ടും കൂടെ അടിക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ഈ സൈഡിലുള്ള ടൈലുകളൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്യുകയാണ്. നമുക്കിത് പെയിൻറ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ ഹസ്ബൻഡ് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗം. അപ്പം ഞങ്ങൾ 2 പേരും കൂടെയാണ് എല്ലാം ക്ലീൻ ചെയ്ത്, എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്ത്, ഓരോ സാധനങ്ങളും എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മുടെ എന്നാലേ വൃത്തിയാവത്തുള്ളൂ. കാരണം 5 വർഷം മുന്നെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തത്. അപ്പോഴും ഇതുപോലെ തന്നെ നമ്മളെല്ലാ സാധനങ്ങളും എടുത്ത് പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടായിരുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇങ്ങനത്തെ ഒരു ഷെയ്ഡായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ നമ്മൾ ആ ഷെയ്ഡൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ നമ്മുടെ ഓടിൻ്റെ കളറ് ബ്ലൂ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കണ്ട് മടുത്തതുകൊണ്ട് ഇതിനും നമ്മൾ കളർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പം അതിനിടയിൽ തന്നെ നമ്മളൊരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ വീടിനകത്തോട്ട് കടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളത് അതിൻ്റെ കാല് അഴിച്ച് മാറ്റിയതിന് ശേഷമാണ് നമുക്ക് ആ സെറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കടത്താൻ പറ്റിയത്. കാരണം നല്ല വലിയ സെറ്റിയാണ്, നമ്മൾ കോർണർ സെറ്റിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് പഴയ സെറ്റിയൊക്കെ എടുത്ത് വേറൊരു റൂമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ പുതിയ ഒന്ന് ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പം നമ്മൾ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഡോറിൽ കൂടെ കടക്കുന്നില്ലെന്ന് മനസ്സിലായത്. പിന്നെ അതെല്ലാം അഴിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും അകത്താക്കി. പക്ഷേ അകത്താക്കി നിങ്ങൾ ആരെങ്കിലും ഇനി സെറ്റിയോ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ഫർണിച്ചർ വാങ്ങിച്ചാലും നമ്മുടെ ഡോറിൻ്റെ അളവെടുത്തിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ ഊരി മാറ്റിയിട്ടേ നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പം നമ്മളങ്ങനെ നമുക്ക് അത്രയും ഇത് പോയില്ല. നമ്മൾ സെറ്റ് വാങ്ങിച്ചപ്പം ഓർത്തില്ല അത്രയും ഡോറ് കടക്കില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഓർത്തില്ല. പിന്നെ അത് അഴിച്ച് അവർ സെറ്റ് ചെയ്ത്, പക്ഷേ അഴിച്ച് സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മളതിൻ്റെ സൈഡൊക്കെ കുറച്ച് ഒരഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഒരഞ്ഞ് അങ്ങനെ കുറച്ച് 3-4 പീസൊക്കെ ആയിട്ട് നമ്മളകത്ത് കയറ്റി കഴിഞ്ഞ് അതിൻ്റെ കാലൊക്കെ പിന്നെ രണ്ടാമത് സ്ക്രൂ ചെയ്ത് വെച്ചു. അപ്പോൾ അത് ഈ ഭാഗമാണ് നമ്മുടെ ഒരഞ്ഞേക്കുന്നുണ്ട്. ഡോറിൽ ഒരഞ്ഞതാണ് ഇത്രയും ഭാഗം. അത് ഭയങ്കര വിഷമമായിപ്പോയി പുതിയതോടുകൂടി അങ്ങനെ ഒരഞ്ഞപ്പം. പിന്നെ നമ്മളതിന് എന്ത് ചെയ്യാൻ, നമ്മുടെ ഡോറിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിങ്ങനെയുള്ള ഫർണിച്ചറുകളൊക്കെ നമ്മൾ വാങ്ങിക്കാനായിട്ട്. അതൊരു പുതിയൊരു അറിവാണ്. പക്ഷേ അത് നമ്മളത്ര ശ്രദ്ധിച്ചില്ല. ഇത്രയും വലുതായപ്പോൾ നമ്മുടെ ഡോറിൽ കൂടെ കടക്കുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചില്ല. കാരണം ചെറിയ കാലമായതുകൊണ്ട് പിന്നെ ഇത്രയും അഴിച്ച് നമുക്ക് സെറ്റ്. ഇത് മിഷ്യൻ സ്ക്രൂ ആയിരുന്നു. പിന്നെ അത് നമുക്ക് പാടുപെട്ട് നമ്മൾ അഴിക്കുകയും സ്ക്രൂ ചെയ്ത് വെക്കാനും പാടുപെട്ടു. അങ്ങനെ നമ്മളെ സെറ്റിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോർണർ സെറ്റ്. അപ്പോൾ അതിലിരുന്നപ്പോൾ നല്ല സുഖമുണ്ട്.
പിന്നെ ഇനി നമ്മൾ നമ്മുടെ അതേ പെയിൻറ്റ് ഫ്രണ്ടിലത്തെ പെയിൻറ്റിങ് അവരത് എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ പെയിൻറ്റ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് അപ്പോൾ അതേ ഇതാണ് നമ്മുടെ പുതിയ ലുക്ക്. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.